ഹലോ, ദിസ് ഈസ് ഹരിത. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ലൈവ് വോയിസ് കൊടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സും മറ്റ് പല ബുദ്ധിമുട്ടുകളോടും എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നതാണ്. ഐ എം സോറി. അപ്പോൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വീണ്ടും വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അനുപേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മളൊരു സ്റ്റേക്കേഷൻ പോലെ ഒരു വീക്കെൻഡ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈവറ്റ് വില്ല എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം അനുപേട്ടൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുള്ള കൃപേഷേട്ടനും അമ്പിളിയും, ബാബി, അമൃത, ഞാനും അനുപേട്ടനും, പിന്നെ ഞങ്ങൾ 3 ഫാമിലിയിൽ ഓരോ കുട്ടികളും. അപ്പോൾ അങ്ങനെ നമ്മൾ 9 പേരാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അധികം ഹോട്ടലൊന്നും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഹോട്ടലാണ് അടിവാരത്ത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഹണി മ്യൂസിയത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഒരു ഓൾഡ് വൈത്തിരിയിലാണ്, ഹണി മ്യൂസിയത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ടൂറാണ് ആക്ച്വലി ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങൾ ട്രിപ്പിൻ്റെ ആ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഹൗസ് ടൂർ, അതായത് വില്ല ടൂർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഈ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നേരത്തെ കണ്ട തേയിലത്തോട്ടം. അപ്പോൾ ഇതാണ് നമ്മളെ വാഷ്റൂം. നല്ല ഇൻറ്റീരിയേഴ്സാണ് ആക്ച്വലി. എനിക്ക് വാഷ്റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നതാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണുന്നത്. ഈ ബ്ലൈൻഡ്സ് നമുക്ക് ക്ലോസ് ചെയ്തിടാം രാത്രി കിടക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പുറത്തുനിന്നുള്ള വെളിച്ചവും ഡിസ്റ്റർബൻസും ഒന്നും ഉണ്ടാവില്ല. കൃപേഷേട്ടാ ഹായ് പറയൂ. അനുവേട്ടാ ഹായ് പറയും. ഇങ്ങോട്ട് നോക്കി. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് വില്ല, അതായത് നമ്മളൊരു വീട് പോലുള്ളൊരു ഫീലാണ് കേട്ടോ. നമുക്കൊരു റിസോർട്ടിൽ നിൽക്കുന്നൊരു ഫീലല്ല നമുക്ക് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും പ്രൈവസി ഉണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇല്ല. അപ്പം ഇവിടെ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ശരിക്കും നമ്മളൊരു വീട്ടിൽ നടക്കുന്ന പോലെയാണ് എല്ലാവരും. നമ്മൾ ഇടുന്ന ഡ്രസ്സാണെങ്കിലും നമ്മളെല്ലാവരും ഒരു ഹോംലി കംഫർട്ട് അനുസരിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. നമുക്കൊരു ട്രിപ്പ് വെക്കേഷൻ മോഡൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസോർട്ടായിരിക്കും നല്ലത്. അല്ല നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇതാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല വ്യൂ, നല്ല ആംബിയൻസ്, ഇത് രണ്ടും അടിപൊളിയാണ് ഇവിടെ. കാരണം നമുക്ക് കാണുന്ന മൗണ്ടൻസും സൈഡിലാണെങ്കിൽ നമുക്ക് തേയിലത്തോട്ടം, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസിങ് ഏരിയ പോലത്തെ ഏരിയയാണ്. അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലൊക്കെ വീടുണ്ട്. വീടുകൾ മീൻസ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ആയത് തോന്നുന്നു, പ്രൈവറ്റായിട്ടുള്ള. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനൊരു വൈബ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഒരുപാട് വയനാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പ്രൈവറ്റ് പൂൾ വില്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് അന്വേഷിച്ച സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വീടുകൾ പോലെ തന്നെ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് ആക്ച്വലി ഒരു വീട്ടിൽ 4 ബെഡ്റൂമാണെന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് 2 വില്ലാസ്, 2 റൂമുള്ള 2 വില്ല. അത് നമുക്ക് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ 3 ഫാമിലി വന്നതിൽ 2 ഫാമിലി ഒന്നിലും, ഒരു ഫാമിലി മറ്റേ പ്രോപ്പർട്ടിയിൽ ഒറ്റയ്ക്കും നിൽക്കേണ്ട ഒരു സ്റ്റേജ് വന്നു. അത് മാത്രമാണ് നമുക്കൊരു പ്രശ്നം ആയിട്ട് തോന്നിയത്. 4 റൂമും ഒരു പ്രോപ്പർട്ടിയിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയേനെ. പക്ഷേ എന്നാലും നമ്മൾ ഉറങ്ങാൻ നേരത്ത് മാത്രമാണല്ലോ റൂമിലേക്ക് പോകുന്നത്. അതുവരെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് ചില്ല് ചെയ്യാലോ എന്നുള്ളതിൽ നമ്മളത് ഓക്കെ എന്നുള്ളതിലായി. പിന്നെ ഇതാണ് നമ്മളെ പൂളിൽ നിന്നാണെങ്കിലും നമുക്ക് കാണുന്ന വ്യൂ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് കാണുന്ന അതേ വ്യൂ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതുവരെ ഞാൻ പോയിട്ടുള്ളത് ഫുള്ള് റിസോർട്ട്സിലേക്കാണ്. അപ്പം നമ്മളൊരു റിസോർട്ടിൽ പോയി നിൽക്കുന്നു,
അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂളിൽ ഇറങ്ങുന്ന സമയത്താണെങ്കിലും റൂമിൽ നിന്ന് പുറത്തൊരു വാക്കിന് പോവുകയാണെങ്കിലും നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ, പല ടൈപ്പ് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാവിലെ നേരത്തെ എണീറ്റു, അപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണണം, അല്ലെങ്കിൽ ആ ഒരു മോർണിംഗ് വൈബ് ആസ്വദിക്കണം എന്നുള്ളൊരു മൂഡിലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി മുറ്റത്തിറങ്ങി നിൽക്കാം. ഇവിടെ വേറെ ആരും വരില്ല. പക്ഷെ റിസോർട്ടിലാകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ എനിക്ക് ഇറങ്ങി അങ്ങനെ പോകാൻ എനിക്ക് പേടിയാണ്, ഞാൻ പോവില്ല. ഇപ്പോൾ മോന് മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനിറങ്ങി കളിക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡ് സെറ്റുള്ളൊരു ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നത്. നിങ്ങളൊരു ഹ്യൂജ് ഫാമിലിയാണ്, നിങ്ങൾ കുറേ കസിൻസ് ഒരുമിച്ച് വരികയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി എടുത്തോളാനേ പറയുള്ളൂ. പിന്നെ ഞാൻ ലൈവ് വോയിസ് കൊടുത്ത വീഡിയോയിൽ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും എന്ന് എനിക്കറിയാം ഗൈസ്. പക്ഷെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ സംസാരിച്ച് വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ വോയിസ് നല്ല രീതിയിൽ വീഡിയോയിൽ കേൾക്കുന്നുണ്ട് എന്നായിരുന്നു. പക്ഷേ വീഡിയോ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒട്ടും രസമില്ല എൻ്റെ വോയിസ് കേൾക്കാമെന്ന്. ഇങ്ങനെടാ, അത് പൂളാ. ഓക്കെ, പ്ലേരിയൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികളുടെ. ഓ കളിച്ചോ. ഓ എന്താ കുട്ടികളുടെ പ്ലേ ഏരിയ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വന്ന് നിൽക്കുന്നത്. മറ്റേ പ്രോപ്പർട്ടിക്ക് വുഡൻ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനൊരു വൈറ്റ് തീമാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇതെനിക്ക് തോന്നിയത് മറ്റേ റൂമിലിനി ബാൽക്കണിയും കൂടിയും അങ്ങനെ ഓപ്പൺ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തു. ഇവിടെ എനിക്ക് റൂംസിന് അത്ര സ്പേഷ്യസ് അല്ല എന്നുള്ളത് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ബാൽക്കണി ഒരു രക്ഷയില്ല. എന്ത് രസം അത് ഓപ്പൺ ചെയ്തപ്പോൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേ റൂമും ഇങ്ങനൊരു വുഡൻ ഫിനിഷുള്ള ബാൽക്കണി ഇത്ര ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വ്യൂവും കൂടി ആയിരുന്നെങ്കിൽ ദൈവമേ, ആ റൂം രക്ഷയുണ്ടാവില്ലായിരുന്നു. എൻ്റെ റൂം കാണിച്ച പ്രോപ്പർട്ടിയിൽ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും ഇത്ര ക്ലോസ് ആയിട്ട് ഈ ഒരു ഇത് കാണുന്നതും, മറ്റത് കുറച്ചുകൂടി ലോങ് വ്യൂ ആയിരുന്നു. ആ ഒരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ ബാൽക്കണി 2 റൂമിലേക്കും കൂടിയിട്ട് ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂമിലേക്കും കൂടി ഒരു ബാൽക്കണി ആണെങ്കിലും അതിനും ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു സെപ്പറേഷൻ ഇല്ല, കാരണം അത്ര വലുപ്പമില്ല. ആക്ച്വലി കുറച്ച് ചെറുതാണ് ഇവിടെ. മറ്റിടത്ത് പിന്നെ ആ ഒരു കിച്ചൺ സ്പേസ് പോലെയൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത്രയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും ഒരു പ്രോപ്പർട്ടിക്ക്. പിന്നെ ഇവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ എന്തൊക്കെയോ ബാഡ്മിൻ്റൺ അങ്ങനത്തെ എന്തൊക്കെയോ ഗെയിംസ് ഉണ്ട്. ഞാൻ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഒരുപാട് നോക്കിയില്ല. പിന്നെ രാത്രി നമുക്ക് ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ള പോയിൻ്റ് ഉണ്ട്, ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക്. പിന്നെ ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഫുഡ് കുക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് അവിടെ ഇവരുടെ ഇതിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ മെനു നമുക്കത് പ്രോപ്പർട്ടീൻ്റെ അകത്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെനു നോക്കി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം.
അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എത്തുമ്പോൾ തന്നെ ഇവർ നമുക്ക് വാട്സാപ്പിൽ ഇവരുടെ വൈഫൈ പാസ്വേഡും അതേമാതിരി റെസ്റ്റോറൻറ്റിൻ്റെ നമ്പറും അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇവർ വാട്സാപ്പിൽ അയച്ചു തരും. നല്ല സർവീസാണ്. എപ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ചാലും അപ്പം തന്നെ അവർ അവൈലബിൾ ആയിരിക്കും പെട്ടെന്ന് തന്നെ. അങ്ങനത്തെ ഒരു ഡിലേ വരുന്ന പ്രശ്നം ഒന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ റിസോർട്ടും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. മേജർ ഡിഫറൻസ് ഇതൊക്കെ ആയിരിക്കും. കാരണം എനിക്ക് അത്ര നോളജ് ഇല്ല ഇങ്ങനത്തെ കാര്യത്തിനെ പറ്റി. കാരണം അനുബേട്ടനും ബാബിയും ഫുഡ് ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പഠിച്ച ആൾക്കാരാണ് രണ്ടുപേരും. അവർ രണ്ടുപേർക്കും ഫുഡ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അറിയണമുണ്ട്. ഈ റിസോർട്ടും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കുക ഇവരൊക്കെ കൂടിയിട്ടാണ്. ഇവർ 3 പേരുമാണ് മെയിൻലി. കാരണം കൃപേഷേട്ടനാണെങ്കിൽ വൈഫിൻ്റെ വീട് വയനാടാണ്. പിന്നെ ഇവരെല്ലാവരും വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് ഇറക്കി കുടിച്ച പോലത്തെ ടീംസാണ്. എനിക്കാണെങ്കിൽ ഒരു കുന്തും അറിയില്ല. നമ്മൾ ഈ ഓൺലൈനിൽ റിവ്യൂ നോക്കി എടുക്കുന്നത് അല്ലാണ്ട്. പക്ഷേ ഈ പ്രോപ്പർട്ടി റിവ്യൂ നോക്കി എടുത്തതല്ല കേട്ടോ. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി എടുത്തത്. ഇതിൻ്റെ റിവ്യൂ നോക്കാനൊന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം പുതിയ പ്രോപ്പർട്ടിയാണ്, അധികം ഫെമിലിയർ അല്ല ആൾക്കാർക്ക്. അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ നമ്മളൊട്ടും എന്താ പറയുക, നമ്മളുടെ ചോയ്സ് മോശമായി പോയെന്ന് ആർക്കും തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ചോയ്സാണെന്ന് തന്നെയാണ് എല്ലാവരുടെയും അത്. കാരണം പിന്നെയെന്ന് വെച്ചാൽ നമുക്കൊരു റിസോർട്ടിൽ നിൽക്കുന്നതാണ്, നമ്മളൊരു വെക്കേഷന് വന്നതാണ്, ആ ഒരു ഫീലില്ല. നമ്മളുടെ കൂടെ ഉള്ള ഒരാളുടെ വീട്ടിൽ വന്ന് കൂടുന്ന പോലത്തെ ഒരു വൈബായിരുന്നു. പക്ഷെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം പൂളിലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകുന്നേരം വെയിൽ പോയതിൻ്റെ ശേഷം നമ്മളൊരു 2.5-3 മണിക്കൂറോളം നമ്മൾ പൂളിൽ കിടന്ന് കളിക്കുക തന്നെയായിരുന്നു. രാത്രി അതിൻ്റെ ശേഷം നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം പൂളിലായതുകൊണ്ട് തന്നെ എൻ്റെ ഫോണ് പൂളിൽ വീണ് പോയാലോ എന്ന് വിചാരിച്ചാൽ ബാക്കി വീഡിയോ എടുത്തില്ല ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്ന പോർഷൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഗൈസ്. കാരണം രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട എന്താ പറയുക, നമ്മളിങ്ങനെ മെസ്മറൈസിങ് വ്യൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വ്യൂ കണ്ടിട്ടാണ് ഞാൻ എണീറ്റ്. ആ ഒരു വീഡിയോ കൂടി ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ വയനാട് പ്രൈവറ്റ് പൂൾ വില്ല ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.